എടാ കൊറേ കാലായി നിനക്ക് രണ്ട് തരണെന്ന് വിചാരിച്ചിട്ട്. അവിടെ ഫൈസൽ മലബാർ എന്ന് പറയുന്ന വ്യവസായി അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വലിപ്പം സമൂഹത്തോട് കാണിച്ചു എന്ന് തന്നെയാണ് പലരും കരുതിയത്. അതിപ്പോ കണ്ടല്ലോ. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാശാനെ, അടി തെറ്റി ആശാനും വീഴും. പിറ്റേ ദിവസം അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവെക്കുകയാണ്. ബാക്കി കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് അദ്ദേഹത്തിന്റെ അറിവോടുകൂടി ആയിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. ഫൈസലിക്ക, നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. മറ്റാരോടും വിരോധം തോന്നാത്ത, എല്ലാവരെയും സ്നേഹിക്കുന്ന, കയ്യിലുള്ള പൈസ ചെറിയ രീതിയിലെങ്കിലും മറ്റുള്ളവരുടെ കയ്യിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന. താൻ എന്തുവാണോ തലയും താലും ഇല്ലാതെ പിന്നെ ഓരോന്നൊക്കെ പറയുന്നത്? ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. ഒരു പ്രാഞ്ചിയേട്ടന്റെയൊക്കെ മനസ്സ് എന്ന് പറയാം. പക്ഷെ അത് നല്ലതാണ്. നിങ്ങളുടെ ആ പ്രാഞ്ചിയേട്ടൻ മനസ്സാണ് നിങ്ങളുടെ കയ്യിലുള്ള പൈസ. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? നിനക്കിപ്പോ പ്രശ്നം എന്താണ്? ഞാനിവിടെ ഇത്തരം ജീവിത രീതികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളൊന്നുമല്ല. ഇവിടെ കണ്ടല്ലോ, ഒറ്റ അടി വെച്ചെന്നിറങ്ങി പല്ല് 32 താഴെ കിടക്കും. ഇവരുടെ ജീവിത രീതികളോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പുമില്ല. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാരോട് എനിക്ക് തീരെ യോജിപ്പുമില്ല. ഞാൻ ഇത്തരം വൃത്തിയായിട്ട് കേസൊന്നായിട്ട് ഡീൽ ചെയ്യാറില്ല. എന്നാ ഇപ്പൊ മാച്ചാണല്ലോ. ആ രണ്ടു പേരെയും അപമാനിച്ചു വിട്ട രീതിയോട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണടാ ഞാൻ. പറഞ്ഞാലുണ്ടല്ലോ. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ട് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടാണ്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. എന്നെ കൊന്നേ അടങ്ങുമല്ലോ. അയ്യോടാ, അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ലടാ. എനിക്കറിയല്ലേ. താങ്കളുടെ മാനേജേഴ്സ് വിളിച്ചിട്ടാണ് അവർ വന്നത് എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തൂക്കിയല്ലോ നാഥാ. അതെങ്ങനെ ശരിയാവും? ഏത് നേരത്താണോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ തോന്നിയത്? ഏത് നേരത്താണോ ഇവളെ ഇങ്ങോട്ട് വലിച്ചു കേറ്റാൻ തോന്നിയത്? ആക്ഷേപിക്കേണ്ട കാര്യങ്ങൾക്ക് മാത്രമേ ആക്ഷേപിക്കാവൂ, എതിർക്കേണ്ട വിഷയങ്ങൾക്ക് മാത്രമേ എതിർക്കാവൂ. കണിയാനെ പിടിച്ച് തെങ്ങി കയറ്റിയ ഇതുപോലെ ഇരിക്കും. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. അപ്പോ ഒരിക്കൽ കൂടി ആദില, നൂറ, നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. ഈശ്വര, എന്തൊരു ചൈതന്യം. എന്നെ നേരിട്ട് അദ്ദേഹം ഈ ഒരു ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ളതായിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. പക്ഷെ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല. കല്ലുമടി തപ്പണ, ഞാൻ പറഞ്ഞ പിൻവലിച്ചു. പരിപാടിയിൽ നടന്ന ചില വിവേചനങ്ങൾ തന്നെയാണ് ഞാനും ഈ ഒരു ചടങ്ങിലേക്ക് പോകുന്നതിൽ നിന്ന് എന്നെ വിലക്കിയത്. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ എല്ലാ വിഷയത്തിലും നിങ്ങളെ അനുകൂലിക്കണം, സപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. എന്താണ് അതിന്റെ അർത്ഥം? ഇതിന് പറ്റിയ പേര് പോക്കർ തരുന്ന. നിങ്ങളെ വിളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ വിഷയത്തിൽ, ഈ പർട്ടിക്കുലർ വിഷയത്തിൽ നിങ്ങളുടെ ഒപ്പമുണ്ട്. എന്നിട്ട് ഞാനും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. എന്നാ പിന്നെ നെറുകം തലയിൽ ഒരു ശൂലവും കയറ്റി എന്റെ നെഞ്ചത്തൊരു തേങ്ങ അടിച്ച് ബായി കുറച്ച് പച്ചരിയും കൂടെ വാരിയിട്. ഒറ്റെണ്ണം നേരെയാവില്ല. എല്ലാവരും അനുഭവത്തിൽ നിന്ന് പഠിച്ചോളും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.